ഇത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടിയിലെ ഫത്താഹ് വീട്ടിൽ റസാഖ്. മദ്രസകളിലെ ചരിത്ര പുസ്തകങ്ങളിൽ കേട്ടുപരിചയിച്ച വീരനായകന്മാരുടെ വാഹനമായ കുതിരയോട് ചെറുപ്പത്തിലെ ആരാധനയായിരുന്നു റസാഖിന്. കൂട്ടുകാരെല്ലാം ആഡംബര വാഹനങ്ങൾ സ്വന്തമാക്കുന്നതിനെക്കുറിച്ച് സ്വപ്നം കണ്ടപ്പോൾ റസാഖിൻ്റെ സ്വപ്നം ഒരു കുതിരയെ സ്വന്തമാക്കുന്നതിലായിരുന്നു. ചെറുപ്പം മുതലൊരു ആഗ്രഹമായിരുന്നു ഒരു കുതിര വാങ്ങിയിട്ട് എന്നെ വളർത്തിയിട്ട് അതിൻ്റെ പുറത്ത് കയറിയിട്ട് സവാരി ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഞാൻ പിന്നെ മൈസൂരിൽ പോവുകയും മൈസൂരിൽ നിന്ന് പിന്നെ ഒരു കുതിരപ്പുറത്ത് കയറുകയും അതിന് താഴെ വീഴുകയും ചെയ്യും. അന്ന് മുതൽ ലക്ഷ്യം വെച്ചതായിരുന്നു ഒരു കുതിരയെ വാങ്ങിയിട്ട് അതിൻ്റെ പുറത്ത് കയറി അതിനൊന്ന് കീഴ്പ്പെടുത്തണം എന്നുള്ളത്. പിന്നെ ഇവൻ്റെ പേര് താവൂസ് എന്നാണ്. താവൂസ് എന്ന് പേര് വരാനുള്ള കാരണം ടിപ്പു സുൽത്താൻ്റെ കുതിരൻ്റെ പേര് താവൂസ് എന്നായിരുന്നു. അതുകൊണ്ടാണ് ഈ കുതിരക്ക് അങ്ങനെ ഒരു പേരിടാനുള്ള കാരണം. ഇവൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇവൻ ഓടുന്ന സമയത്ത് ഇവൻ്റെ ശിരസ് ഉയർത്തി വെച്ച് ഓടാറുള്ളൂ. അതുപോലെ ഇവൻ്റെ വാലും ഇവൻ പൊക്കി പിടിച്ചിട്ടുണ്ടാവും. അത് നല്ല ഇനം കുതിരക്ക് മാത്രം കിട്ടുന്നൊരു പ്രത്യേകതയാണ് അത്. അതുപോലെ ഇവൻ ഹൈറ്റ് ഇനിയും ഇതിപ്പോൾ ഒരു വയസ്സാകുന്നുള്ളൂ. ഹൈറ്റ് ഇനിയും ഒരുപാട് കൂടാനുണ്ട്. ഹൈറ്റ് കൂടും, അതുപോലെ വെയിറ്റ് കൂടും. വെയിറ്റ് അപേക്ഷിച്ച് ഇവൻ ഒരു വയസ്സിൻ്റെ വെയിറ്റ് ഇപ്പം ആകുന്നേ ഉള്ളൂ. ഒരു വയസ്സിനുള്ള വെയിറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ തല ഒരുപാട് ഹൈറ്റ് ഇനിയും പൊന്താനുണ്ട്. തലയെടുപ്പ് ഒരുപാട് ഇനിയും കൂടാനുണ്ട്. പിന്നെ ഇതിൻ്റെ കളറാണ് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. സോ അപൂർവം കുതിരകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള കളർ കിട്ടാറുള്ളൂ. ഒന്നൊക്കെ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് അങ്ങനെയുള്ള കളറ് കിട്ടും. ഇത് ഇങ്ങനൊരു കളർ, ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറാണ്. ഒരു മിനിമം ഒരു 18 മാസമെങ്കിലും കഴിയണം അതിന് ട്രെയിനിങ് നമ്മൾ തുടക്കം കൊടുക്കണമെങ്കിൽ. പിന്നെ ഒരു 2 വയസ്സാവാതെ അതിൻ്റെ പുറത്ത് കയറാനും പറ്റില്ല. വെൽ ട്രെയിനേഴ്സ് പറയുന്നത് 18 മാസം കഴിഞ്ഞാൽ ഇതിൻ്റെ വാരിയല് ഉറക്കുകയുള്ളൂ. അതിൻ്റെ പുറത്തൊരാൾ കയറണമെന്നുണ്ടെങ്കിൽ അത്രയും കഴിയണം. ഒരു മുൻപരിചയമില്ലാതെ ഞങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചത് ഒരു കുതിരപ്രാമാണ്. റോലെക്സ് വഴി ഞങ്ങൾ പരിചയപ്പെടുന്നത് കുതിരനെ. ഇവൻ്റെ ഒരു കുതിരനെ അപ്പം വിൽപ്പനക്ക് വെച്ചപ്പം ആ കുതിരനെ വാങ്ങാൻ വേണ്ടി ഞാൻ വരുന്നത്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ഈ കുതിരനെ സത്യമംഗലത്ത് നിന്ന് കൊണ്ടുവന്നത്. അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് ഒരു ആദ്യ ടൈമിൽ കുറേ ബുദ്ധിമുട്ടി ഞങ്ങൾ. പക്ഷേ ഇപ്പം ഞങ്ങളോട് രണ്ടാളോടും നന്നായി യോജിക്കുന്നുണ്ട് കുതിര. സമൂഹത്തിൽ അന്യം നിന്ന് പോകുന്നൊരു സംസ്കാരം ആണ് പണ്ട് നമ്മുടെ പൂർവികന്മാർ ഉപയോഗിച്ചൊരു വാഹനം എന്നുള്ള നിലക്കും. പിന്നെ വരും തലമുറക്ക് എന്താണ് കുതിര? കാരണം ഇത് നിങ്ങൾ കരുതുന്ന പോലെ വെറും ഒരു ജീവിയല്ല. ഈ ജീവിനെ സ്നേഹിച്ചാലും അതുപോലെ ഇത്രയും ശരീരത്തിന് ഈ കുതിരപ്പുറത്തുള്ള സവാരി ചെയ്ത ശരീരത്തിന് ഇത്രയും നമുക്ക് എനർജറ്റിക്, അതുപോലെ എപ്പോഴും പെട്ടെന്നുള്ള രോഗങ്ങളെ തടയാൻ ഈ കുതിര സവാരിനെ കൊണ്ട് നമുക്ക് സാധിക്കും. അത് പലരും മനസ്സിലാക്കാത്ത സംഗതിയാണ്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പാർട്ടും ഒരേ സമയം വ്യായാമം ചെയ്യുന്ന ഒരേ ഒരു ഇതാണ് കുതിര സവാരി എന്ന് പറഞ്ഞത്. അത് പലരും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ നമ്മളെ സുഹൃത്ത് മനസ്സിലാക്കി അവനെ ആദ്യം ഒരു ഇംഗ്ലീഷ് കുതിരനെ കൊണ്ടുവന്നു. അതിൻ്റെ മുകളിൽ മാക്സിമം എൻജോയ് ചെയ്തു. ഒരു ചെറിയ കുതിരനെ കൊണ്ടുവന്നിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം വളർത്തണം, എന്നിട്ട് അതിൻ്റെ പുറത്ത് സവാരി ചെയ്യണം. ഏതായാലും റസാഖിന് ഇനി ഒരു വർഷം കൂടി അതിന് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ പഠിച്ച സഹായിച്ച റസാഖിന് അത് കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്.
യന്ത്രങ്ങളും യാന്ത്രികതയും മനുഷ്യ ജീവിതത്തിൻ്റെ മുഖമുദ്രയാകുന്ന ഈ കാലത്ത് പഴമയുടെ തനിമയെ കാത്തുസൂക്ഷിക്കുന്ന, പോറ്റി വളർത്തുന്ന, സ്നേഹിക്കുന്ന റസാക്കിനെ പോലുള്ള യുവാക്കൾ സമൂഹത്തിന് എന്നും മാതൃകയാണ്.